രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന തുടരും. ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിൽക്കുന്നത് എണ്ണ കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. നിലവിലെ 4 രൂപ വർധനവ് അപര്യാപ്തമെന്നാണ് എണ്ണ കമ്പനികളുടെ വാദം. വില വർധന 6 മുതൽ 10 രൂപ വരെ എത്താമെന്നാണ് കണക്കാക്കുന്നത്. ഗാർഹിക LPGക്കും വില വർധന ഉണ്ടാകുമെന്നാണ് വിവരം. ഇന്ധനവില വർധനവിനെതിരെ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നതിനിടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലിയിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ 3 ദിവസത്തെ ഓട്ടോ ടാക്സി പണിമുടക്ക് പ്രഖ്യാപിച്ചു. നോബിൾ മാരിക്കാരനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് നോബിൾ. 2 ഇരുട്ടടി അടുപ്പിച്ചു കിട്ടി, ഇനിയും കിട്ടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതല്ലേ? വെരി ഗുഡ് മോർണിംഗ് ശ്രുതി ഷിഹാസ്. ഇന്ധനവില ഇനിയും വർദ്ധിക്കും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എണ്ണ കമ്പനികൾക്ക് പ്രതിദിനം 1000 കോടി രൂപയുടെ നഷ്ടമായിരുന്നു നേരത്തെ ഉണ്ടായത്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. 1000 കോടി രൂപയുടെ നഷ്ടം പ്രതിദിനവും പ്രതിമാസം 30,000 കോടിയുടെ നഷ്ടം ഉണ്ട് എന്നായിരുന്നു എണ്ണ കമ്പനികൾ അവകാശപ്പെട്ടത്. നിലവിൽ ഇപ്പോൾ ഈ വില വർധനവ് മൂലം അതിലെ 25% മാത്രമാണ് ഈ പറഞ്ഞ നഷ്ടം നികത്താൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി 75% നഷ്ടം തുടരുകയാണ് എന്നാണ് എണ്ണ കമ്പനികളുടെ വാദം. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വീണ്ടും ഇന്ധനവില പെട്രോൾ ഡീസലിനും CNGക്കും ഒക്കെ വില വർധന ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. പെട്രോളിന് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കൂടിയത് 4 രൂപയാണ്. ഡീസലിനും സമാനമായി 4 രൂപ കൂടി. CNGക്കാണെങ്കിൽ 3 രൂപ കൂടുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായും ഇത് വില വർധന എന്ന് പറയുമ്പോൾ 6 മുതൽ 10 രൂപ വരെയൊക്കെ ഘട്ടം ഘട്ടമായി വില വർധന ഉയർത്തിയേക്കാം എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പെട്രോളിനും ഡീസലിനും ഒക്കെ വില 10 രൂപ തത്വത്തിൽ കൂടുന്ന സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കും. അതോടൊപ്പം തന്നെ ഗാർഹിക LPGക്ക് വില വർദ്ധിപ്പിക്കുന്നത് വലിയ തരത്തിൽ പരിഗണനയിൽ ഉണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഈ പറഞ്ഞ വാണിജ്യ LPGക്ക് വില വർധന ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ വാണിജ്യ LPGക്ക് പിന്നാലെ ഗാർഹിക LPGക്ക് കൂടി വില വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട്. 60 രൂപ വരെ വർദ്ധിപ്പിച്ചേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിലും ഈ എണ്ണ കമ്പനികളുടെ നഷ്ടം നികത്താൻ വേണ്ടി നിലവിലത്തെ പശ്ചിമേഷ്യൻ സംഘർഷം തുടരുകയും അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിലും ഒപ്പം മറ്റ് അസംസ്കൃത എണ്ണയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ LPGയും ഒക്കെ എത്തുന്നതിൽ വലിയ പ്രതിസന്ധികൾ ഹോർമൂസ് വഴി കിടക്കുന്നതിൽ ഉള്ള പശ്ചാത്തലത്തിൽ കൂടി എന്താണെങ്കിലും വില വർധന അല്ലാതെ പിടിച്ചേക്കാൻ മറ്റു മാർഗ്ഗങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് എണ്ണ കമ്പനികളുടെ വാദം. അതേസമയം രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധിയൊക്കെ ആണെങ്കിൽ പോലും വിലക്കയറ്റ മനുഷ്യൻ പ്രവർത്തിച്ചു തുടങ്ങിയെന്ന വിമർശനമാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പ്രധാനമന്ത്രിക്ക് എതിരെ ഉയർത്തുകയും ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പലയിടത്തും ഈ പറഞ്ഞ ഓട്ടോ ടാക്സികളൊക്കെ പണിമുടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം പെട്രോളിനും ഡീസലിനും കഴിച്ച് 4 രൂപ കൂടിയത് വലിയ തരത്തിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ റാപ്പിഡോ പോലെ അല്ലെങ്കിൽ ഊബർ പോലെയൊക്കെയുള്ള സംവിധാനങ്ങളിൽ ഓടുന്ന ആളുകൾക്ക് വലിയ തിരിച്ചടിയാണ്. നിലവിൽ ദില്ലിയിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ഓട്ടോ ടാക്സി പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ സമാനമായി തന്നെ പ്രതിഷേധങ്ങളും ഒപ്പം മറ്റ് സമരങ്ങളും ഒക്കെ ഈ പറഞ്ഞ ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും വലിയ ഇരുട്ടടിയാണ് ഈ ഇന്ധനവില വർധനവിലൂടെ ജനങ്ങൾക്ക് മേൽ കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ചത്. അതിനെയും തുടരും എന്നത് വിലക്കയറ്റത്തിനും അതോടൊപ്പം തന്നെ കുടുംബ ബജറ്റുകളെ താഴ്ന്നിടിക്കുന്നതിനൊക്കെ ഒരു ഘടകമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.